ഹലോ, എല്ലാവർക്കും അമൃത ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അങ്ങോട്ട് കാലത്ത് എഴുന്നേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കേപ്പ് കോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഗോവ പോലെയാണെന്നാണ് ഉണ്ണേട്ടൻ പറയണത്. ഞാൻ ഗോവ പോകാത്തതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 ഫാമിലി ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയിട്ട് കഴിക്കുന്ന സീനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെയുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യും കേട്ടോ. എന്തൊക്കെ ഭക്ഷണം ആരൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നു, എവിടെയാണ് പോണതെന്നും എങ്ങനെയാണ് സ്റ്റേ ഒക്കെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോണത് ഒരു ബീച്ചിലാണ്. ഞാൻ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ ഡെസ്റ്റിനേഷൻസ് ഒന്നും ഞാൻ ആദ്യം ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം പോയ ബീച്ചാണ്. ഇവിടെ അഡ്മിഷൻ ഉണ്ടായിരുന്നു, $25 ഈച്ച് ആയിരുന്നു. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കേപ്പ് കോഡിലെ എല്ലാ ബീച്ചും പോവാം എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് വെള്ളത്തിൽ, അതായത് ബീച്ചിലെ വെള്ളത്തിലൊന്നും ഇറങ്ങില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാരും സ്വിം വെയേഴ്സ് ഒന്നും കരുതിയിട്ടുണ്ട്. പക്ഷേ ഈ ബീച്ച് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ആരും ഇട്ടില്ല, ആമീനും ഇടിയിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ ആമയുടെ മുഖത്തൊരു പേടി ശ്രദ്ധിച്ചോ? അവളൊക്കെ കടൽ ഭയങ്കര പേടിയാണ്. എൻ്റെ കാല് വിടുന്നുണ്ടായിരുന്നില്ല അവൾ. പിന്നെ ഈ ടോയ്സൊക്കെ കണ്ടപ്പോഴാണ് കുറച്ചെങ്കിലും കരയിൽ നിന്നിട്ട്, അതായത് വെള്ളം ഇഷ്ടമായില്ല, കരയിൽ നിന്നിട്ട് പിന്നെയും അവൾ കളിച്ചുകൊണ്ടിരുന്നുണ്ടായി. അങ്ങനെ ഉച്ച വരെ പിള്ളേർ കരക്കിരുന്നും പിന്നെ ഉണ്ണിയേട്ടനും വിനോദേട്ടനൊക്കെ കൂടെ കടലിൽ ഇറങ്ങിയൊക്കെ കളിച്ച് തളർന്ന് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ പിന്നെയും ആ സമയമായി. നമ്മൾ ഉച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റിയൊരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിപ്പം വേറെ വേറെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാരണം നല്ല രുചിയായിരുന്നു. ഗീ റൈസും പുലാവും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പോകാൻ പോണത് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള കേപ്പ് കോഡ് ലൈറ്റ് എന്നും കൂടെ അറിയപ്പെടുന്ന ഹൈലാൻഡ് ലൈറ്റ് ഹൗസിലോട്ടാണ്. ഇത് സ്ഥാപിതമായത് 1797 ജോർജ് വാഷിങ്ടൻ്റെ കാലത്താണ്. മണ്ണിടിച്ചിൽ കാരണം ഈ ലൈറ്റ് ഹൗസിനെ മൂവ് ചെയ്ത് ഇപ്പം 450 അടി ദൂരത്തിലാണ് ഉള്ളത് ഇത് കടലിൽ നിന്ന്. നമുക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സീനറിയാണ്. ഇത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് ഈ ഒരു ഗൈഡ് പറഞ്ഞു തരും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി വന്നു. അതിനകത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്, പിക്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഹിസ്റ്ററീനെ പറ്റിയിട്ടൊക്കെ. പണ്ട് ഈ ലൈറ്റ് പഴയ ലൈറ്റ് ആയിരുന്നപ്പോൾ അത് വെയിൽ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ താഴേന്ന് മേളിൽ വരെ കൊണ്ടുപോകുമായിരുന്നു ഇവിടുത്തെ എംപ്ലോയീസ് എന്നൊക്കെ ഗൈഡ് പറഞ്ഞു തന്നു കേട്ടോ. പണ്ട് ഇവിടെയുള്ള ഒരു വലിയ ലൈറ്റ് താഴെ വെച്ചിട്ടുണ്ട്. ഈ LED ലൈറ്റാണ് ഇപ്പോൾ അവർ യൂസ് ചെയ്യണത് ഈ ഹൗസിൽ. ലൈറ്റ് ഹൗസിനകത്ത് കയറാൻ എനിക്കൊന്ന് $7 ആയിരുന്നു ഒരാൾക്ക്. ഇച്ചിരി സാഹസികമായ വഴിയാണ് മേളിലെത്താൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ റൂം. 2 ഇങ്ങനത്തെ റൂം കിട്ടിയ ബാഗൊക്കെ കൊണ്ട് വെച്ചതാ ഉള്ളൂ. ചെറിയൊരു TV, സപ്പം, പിന്നെ വാഷ് ഏരിയ, ഇവിടെ ഹാങ്ങറും കാര്യങ്ങളും മറ്റേ ഇസ്തിരിപ്പെട്ടിയൊക്കെ ഉണ്ട്. ലൈറ്റ് ഹൗസിൽ നിന്ന് നേരെ നമ്മൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് ഫ്രഷപ്പൊക്കെ ആയിട്ടാണ് അസ്തമയം കാണാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ സൂര്യൻ പോയി കഴിഞ്ഞിട്ടുണ്ടായി. നമ്മൾ ഇച്ചിരി 1-2 മിനിറ്റ്സ് ലേറ്റായിപ്പോയി. നമ്മൾ സ്കൂളിൽ പഠിച്ച വേലിയിറക്കം അല്ലെങ്കിൽ വേലിയേറ്റം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. അതായത് ലോ ടൈഡ് അല്ലെങ്കിൽ ഹൈ ടൈഡ്, അതായത് നമ്മുടെ ചന്ദ്രൻ്റെ മൂണിൻ്റെ പൊസിഷൻ അനുസരിച്ച് തിരമാലയിൽ ഉണ്ടാവണ വ്യത്യാസം. അത് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഈ നമ്മൾ കാണുന്നില്ലേ, ഇതുവരെ കടലുണ്ടായിരുന്നു. ആ കടൽ ഇറങ്ങി പോയിട്ട് ഇപ്പം ഇവർ കളിക്കണതൊക്കെ കടലിലൂടെയാണ്. ഇറങ്ങി പോയി. ഇപ്പൊ നമ്മള് കടൽ വഴിയാണ് നടന്നുകൊണ്ടിരിക്കണേ. കണ്ടോ, ഇത് കടലാണ്. അങ്ങനെയല്ല,
അങ്ങനെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്ന് കൂട്ടാം. അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായി 3 ഫാമിലീസിന്. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാൻ വെച്ചു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പുറത്ത് ഫയർ പിറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. അങ്ങനെ 2ാം ദിവസം രാവിലെ നമ്മൾ നിന്ന റിസോർട്ട് തന്നെയുള്ള ഒരു പൂളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുളിക്കാൻ പോയി. ഇത് മറ്റേ ജക്കൂസി എന്ന് പറയത്തില്ലേ, മറ്റേ ചൂടുവെള്ളം വന്നിട്ട് നമുക്ക് സ്പാ മാതിരി, അതാണിവിടെ. അവിടെ കുട്ടികളെ ഇറക്കരുത്. അപ്പോൾ അപ്പുറത്തുള്ള പൂളിൽ 2 സെഷനുണ്ട്. ഒന്ന് കുട്ടികൾക്ക് ഇറക്കാൻ പറ്റിയ സെഷനും അപ്പുറത്ത് വലിയവർക്ക് നീന്താൻ പറ്റിയ സെഷനും. അപ്പോൾ ഞങ്ങൾ ആമീനൊക്കെ ഇറക്കി. ആമിക്ക് പിന്നെ വെള്ളം പേടിയായിരുന്നു കുറച്ചും കൂടെ. കഴിഞ്ഞ തവണ സ്വിമ്മിങ് ക്ലാസ്സിൽ പോയപ്പം അവൾക്ക് ഇത്ര പേടിയില്ലായിരുന്നു. ആമി പിന്നെ എങ്ങോട്ടാ പോണേ? അയ്യോ കണ്ണു കാണുന്നില്ലേ? ആമി പിന്നെ കാണുന്നില്ലേ? ബ്രഞ്ച് കഴിക്കാൻ പോയി ഞങ്ങള്. എവിടെയാണ്? കെൽറ്റിക് കിച്ചൺ. ഈ കാണുന്ന ബ്രഞ്ച് നമ്മൾ ബ്രഞ്ചായിട്ടും പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിട്ട് അത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അവിടെ. അപ്പം നല്ല വിപുലമായ ബ്രഞ്ചിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു വീഡ പൈറേറ്റ് മ്യൂസിയം. അവിടെ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒരു സീലൊക്കെ അടിച്ചു തരും കേട്ടോ. അവർ മറ്റേ കൊള്ളക്കാരുടെ ഒരു ചിഹ്നം പോലെ. ഇവിടെ വീഡ കൊള്ളക്കപ്പലിൻ്റെ ഹിസ്റ്ററി ഒക്കെ കാണിക്കുന്ന ഒരു സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു. ഈ മണി കണ്ടോ? ആ കൊള്ളക്കപ്പൽ മുങ്ങിയതിന് ശേഷം 300 വർഷങ്ങൾക്ക് ശേഷം ഇത് കടലിൽ നിന്ന് കിട്ടിയതാണ്. ഇത് അതിൻ്റെ ഒരു മോഡൽ അവരുണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ, മരത്തിനെ കൊണ്ട്. ഈ കൊള്ളക്കപ്പലിൻ്റെ കഥ പറഞ്ഞുതരാം കേട്ടോ ഞാൻ. 1715 ബന്ദികളാക്കിയ മനുഷ്യന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊള്ളക്കപ്പൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് 2 വർഷം ഇവർ ഇങ്ങനെ കടൽ കൊള്ള ചെയ്ത് ഇങ്ങനെ ജീവിച്ച് കണ്ടോ. അക്കൂട്ടത്തിൽ ഇങ്ങനെ എല്ലാ തരം ആൾക്കാരുണ്ടായിരുന്നു. ആയുധം ഉണ്ടാക്കണവർ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മോഡൽസ് അവിടെ വെച്ചിട്ടുണ്ടോ. കാലം മുറിച്ച് കളയുന്നൊക്കെ ഉണ്ടോ. അപ്പോൾ ചികിത്സയൊക്കെ അതിൽ തന്നെ, കാരണം ഇത് കടലിലാണല്ലോ ഇവർ ഫുൾ ടൈം. ഇതും ഈ കൊള്ളക്കപ്പലിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ട്രഷറാണ്. ഒറിജിനൽ കോയിൻസ് ആണ്, പണ്ടത്തെ സിൽവർ കോയിൻസ് അതിലുള്ളത്. അതാരും തൊട്ടിട്ടില്ല. നിങ്ങൾ ഇതിൽ സൂക്ഷിച്ച് നോക്കി കണ്ടോ, അതിനകത്ത് മനുഷ്യന്മാരെ ക്രൂശിക്കുന്നതിൻ്റെ ഒരു ഇതാണത്, ഒരു സാധനം. ഇത് പുണ്യായിട്ട് ഏത് സുവനീറാണ് വാങ്ങിക്കേണ്ടതെന്ന് എന്നോട് ചോദിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ കഥ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ 1700 അതിനിടയ്ക്ക് ഞാൻ കാണിക്കണ കോപ്രായങ്ങളും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ അവർ 1715 യാത്ര തുടങ്ങി. പിന്നെ എവിടെയോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി 1717 ഈ കേപ്പ് കോഡിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് അവർ കൊള്ളക്കപ്പൽ മുങ്ങണത്. ഇങ്ങനൊരു 9 വയസ്സുകാരനും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. ഈ 9 വയസ്സുകാരൻ അമ്മേനോടും കൂടെ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് ഇവരുടെ കൊള്ളസംഘത്തിൻ്റെ കൂടെ ഇറങ്ങി ചെല്ലുന്നത്. പക്ഷേ ഈ കുട്ടി എല്ലാവരും കൂടെ ദയനീയമായി മരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ മട്ടുപ്പാവിൽ നമ്മൾ കുറച്ച് വിശ്രമിക്കാതിരുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ സാൻഡ്വിച്ച് ബ്രോഡ് വോക്കിലെത്തി. അപ്പോൾ അവിടെ നമ്മൾ ഈ സ്ലഷ് വെക്കുന്ന കണ്ടു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഐസുരുട്ടി തന്നെ, കോഴിക്കോട് ബീച്ചിൽ നമ്മൾ വരുന്ന 3ാമത്തെ ബീച്ചാണ് കേട്ടോ ഇത്. 3 ബീച്ച് 3 തരം ബീച്ച്. അതായത് വെള്ളത്തിൻ്റെ കളറായാലും ഈ പൂഴി സാൻഡ് കളറായാലും ഒക്കെ വ്യത്യാസമുണ്ട്.
അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ബീച്ച് നല്ല കണ്ട മാതിരി ഉണ്ടല്ലോ എന്ന്. ശരിയാണ്, നമ്മൾ ഇന്നലെ പോയ മേഫ്ലവർ ബീച്ച് തന്നെയാണിത്. നമ്മൾ സൺസെറ്റ് കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയില്ലേ, അവിടത്തേക്ക് നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് പിന്നെയും വന്നു. ഇത് പ്ലാൻ ഇല്ലാത്തതാണ്. നമ്മൾ തിരിച്ചു പോകാനായിരുന്നു, മുന്നത്തെ ബീച്ച് ഉണ്ടായിരുന്നില്ലേ സാൻഡ്വിച്ച് ബ്രോഡ് വോക്ക്, അത് കഴിഞ്ഞ് തിരിച്ചു പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇതിപ്പോൾ സൺസെറ്റും കൂടെ കണ്ടിട്ട് പോകാമെന്ന് ഓർത്തു. നമ്മൾ അങ്ങനെ കുറേ നേരം സ്നാക്സും കഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു സന്ധ്യയ്ക്ക് ആകാശത്തിൻ്റെ കളറും അവിടെ കടലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. ഇതുണ്ട്, ഇവിടെയൊക്കെ കടലായിരുന്നു. ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായത്. ഇവിടെ കുഞ്ഞു കുഞ്ഞു കടൽ കാണാം, പക്ഷേ അത് പിന്നെ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങ് അവിടെ വരെ എത്തി. നമ്മൾ വന്നപ്പോൾ ഇവിടെ വരെ ഉണ്ടായിരുന്നേ, പിന്നെയും അത് ഇറങ്ങി അങ്ങെത്തി. ഞങ്ങൾ അങ്ങോട്ട് നിന്നിട്ട് നടക്കാൻ പോവാം. ഇത് ഈസ്റ്റ് കോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ചില കാരണങ്ങൾ കൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ അത്രയൊന്നും തിരക്ക് വലിപ്പമില്ല. ആ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പറയൂട്ടോ എന്നോട്. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് അടിപൊളിയായിട്ട് പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്.